ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് മലപ്പുറത്ത് കോൽക്കളം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് ഇന്ന് വർക്കുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. റോഡൊക്കെ പാടത്തിൻ്റെ നടുക്കൂടെയുള്ള ഈ റോഡുമൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതിൽ കൂടെ അങ്ങനെ പോയിട്ട് നല്ല സ്റ്റൈലായിട്ടുള്ളൊരു സ്ഥലമാണ്, കാണാനൊക്കെ ഭംഗിയുള്ള ഏരിയയാണ്. അപ്പോൾ കോൽക്കളത്താണ് ഇന്ന് വർക്ക്. അപ്പോൾ എല്ലാവരും ഈ വീട്ടിലാണ് വർക്ക് ചെയ്യാനുള്ളത്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുറ്റത്തൊക്കെ കല്ല് പതിക്കാനുള്ള കല്ലൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഒരു വീടാണ്. നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു വീടാണ്. അപ്പോൾ അവിടെ ഈ സ്ലാബിലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും നമ്പറൊക്കെ കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അയൽവാസികൾക്ക് കുടുംബങ്ങൾക്കൊക്കെ അടുപ്പ് ഫിറ്റ് ചെയ്യാണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുകൊണ്ടു. അപ്പോൾ ഇതുപോലെ നമ്മൾ കാസ്റ്റേനുള്ളിൽ വെച്ചിട്ട് സ്റ്റേ കെട്ടിയിട്ടാണ് ചെയ്യണത്. സൈഡിലൊക്കെ മെറ്റൽ ഫില്ല് ചെയ്യും. മെറ്റൽ ഫില്ല് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ചൂട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റൽ ഫില്ല് ചെയ്യണത്. ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം ചൂട് നിലനിൽക്കുകയും ചെയ്യും. അടുപ്പ് എപ്പോഴും ചൂടുണ്ടാവും. പിന്നെ ഉള്ളിൽ കാസ്റ്റിൻ്റെ ഡ്രമ്മാണ്. ഉള്ളിലത്തെ ഇഷ്ടിക പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നും ഇതിന് വരില്ല. എന്നും നല്ല ഭംഗിയായിട്ട് തന്നെ അടുപ്പ് നല്ല വൃത്തിക്ക് തന്നെ നിൽക്കും. അതുകൊണ്ട് തന്നെ വലിയ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുന്നത് 18 mm കാസ്റ്റൺ 2 mm SSTയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിൽ ഈ ബോക്സും എൻ്റെ ഫോൺ നമ്പറും പേരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ ആ നമ്പർ എടുത്ത് എനിക്ക് വിളിക്കാം. അപ്പോൾ അടുപ്പൊക്കെ ഫിറ്റ് ചെയ്ത് റഫായിട്ട് സൈഡൊക്കെ പരിക്കിനിട്ട് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ റഫായിട്ട് ചെയ്യാണ് ഞങ്ങൾ സാധാരണ ചെയ്യൽ. ഗ്രാനൈറ്റും ടൈൽസിൻ്റെ പണിക്കാരാണ് ചെയ്യൽ. ഇതുപോലെ വൃത്തിയായിട്ട് അടുപ്പിൻ്റെ ഉള്ളിലത്തെ പണികളൊക്കെ തീർത്ത് പോരുകയാണ് ഞങ്ങൾ സാധാരണ ചെയ്യൽ. നല്ല കനമുള്ള സ്റ്റീലാണ്. അതുകൊണ്ട് തന്നെ അത് പൊള്ളക്കുന്ന പ്രശ്നമോ അല്ലെങ്കിൽ തുരുമ്പിടിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് വേറെ വർക്ക് ചെയ്യാൻ പോയപ്പോൾ കൂടുതൽ ഞാൻ ഇവിടെ നിന്ന് കയറിയതാണ്. വീട് നല്ല ഭംഗിയായിട്ട് പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ടുണ്ട്. മുറ്റത്തൊക്കെ നല്ല കട്ടയൊക്കെ പതിച്ച് ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ പുല്ല് വെച്ചിട്ടുണ്ട്, നല്ല ഉഷാറായിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഗ്രാനൈറ്റിൻ്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണ്. അടുപ്പ് അവർ വല്ലാതെ യൂസ് ചെയ്തിട്ടില്ല എങ്കിലും പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഉഷാറായിട്ടുണ്ട്. റെഡ്യൂസർ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പാത്രങ്ങളൊക്കെ വെക്കാനൊക്കെ കഴിയും. നല്ല കനമുള്ള സ്റ്റീലാണ്. പൊള്ളക്ക് കത്തിപ്പോവുകയോ അല്ലെങ്കിൽ തുരുമ്പിടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നം സ്റ്റീലിന് വരില്ല. ഹലോ, അപ്പോൾ ഏത് മോഡൽ അടുപ്പാണെങ്കിലും എൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെടുക. എൻ്റെ ഫോൺ നമ്പർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. പിന്നെ ഫോട്ടോസിലൊക്കെ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. അപ്പം നിങ്ങൾ അയൽവാസികൾക്കോ കുടുംബങ്ങൾക്കോ ആർക്കും ആണെങ്കിലും നിങ്ങൾ ബന്ധപ്പെടുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ശരി, ഓക്കെ.